നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 റിസൾട്ട് നാളെ വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടികൾ ഭൂരിഭാഗം പേരും 99 നല്ല 100% കുട്ടികളും ഇരിക്കുന്നത്. അതുപോലെ നല്ല ശതമാനം അധ്യാപകരും ഇരിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളും പരിതാപകരമാണ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ജൂലൈ 15-നാണ് റിസൾട്ടിന്റെ കാര്യം വെച്ചിരുന്നത്. റിസൾട്ട് ജൂലൈ 15-ന്. ഓൾറെഡി നേരത്തെ +1 റിസൾട്ടുകളൊക്കെ വരുന്നത് മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യം. ഇപ്പം തന്നെ 1.5 മാസം വൈകി. ഇതിനുള്ള കാരണങ്ങൾ പലതാണ് പറയുന്നത്. +2-ന്റെ സേയുടെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ പോകുന്നത് ശരിയാണ്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇത് 1.5 മാസം വൈകാനുള്ള ബുദ്ധിമുട്ടുകൾ ചില അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭരണമാറ്റം മൂലം സ്ഥലം മാറ്റം ഉണ്ടായി. ഇതൊക്കെ കുറേ കാരണങ്ങൾ വരുത്തുന്നുണ്ട്. ഇതൊക്കെ കാരണങ്ങളായിരിക്കാം, ജെന്യൂനായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. പക്ഷേ ഇനി ഈ ആഴ്ച തന്നെ റിസൾട്ട് വരും എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ആഴ്ച റിസൾട്ട് വന്നാലും ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ പരീക്ഷയാണ്, ഓണപരീക്ഷയാണ് +2 കുട്ടികൾക്ക്. അത് വളരെ കാര്യമായിട്ട് ഇന്റേണൽ എക്സാമിന്റെ മാർക്കായിട്ടൊക്കെ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒറ്റ മാസം കൊണ്ട് ഇംപ്രൂവ്മെന്റിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുമോ? അതും പ്രധാനപ്പെട്ട 3 സബ്ജക്ട്സ് ആയിരിക്കുമല്ലോ മിക്കവാറുള്ള കുട്ടികളെല്ലാം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇംപ്രൂവ്മെന്റിന്റെ പരീക്ഷ ഇതനുസരിച്ച്, അതായത് റിസൾട്ട് താമസിച്ച് വന്നെങ്കിൽ ഉറപ്പായിട്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒന്നുകിൽ നവംബർ പകുതിയോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമൊക്കെ ആയിട്ട് മാറ്റാൻ അവർക്കൊരു സമയം കൊടുക്കണം പഠിക്കാൻ. ഇവിടെ നമുക്കൊരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ, ഒരു കാര്യത്തിനും പ്ലാനിങ് ഇല്ലാതെ ചിലപ്പോൾ ടൈം ടേബിൾ ഒക്കെ ഇടുന്നത് രസകരമാണ്. പബ്ലിക് എക്സാമിന്റെ ഫിസിക്സ്, തൊട്ടടുത്ത ദിവസം കെമിസ്ട്രി, അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ്, 8 ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാംഗ്വേജ്, 1 ദിവസം മാത്സിന്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ടൈം ടേബിൾ ഇടുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിൽ നടക്കും, അത് ഉറപ്പാണ്. ഇത് വിമർശിക്കുമല്ല, പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് മാർക്ക് കുറയുമ്പം അവരുടെ ഭാവി പോകുന്നു, രക്ഷകർത്താക്കൾക്ക് ടെൻഷൻ അടിക്കുന്നു. പക്ഷെ ഇതെല്ലാം നല്ല കൃത്യമായിട്ട് ഒരു എന്താണ് പറയുന്നത്, വളരെ ഒരു ക്രിയേറ്റീവായിട്ട് ഇതെല്ലാം ചെയ്യേണ്ടതാണ്. സമയത്ത് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് CBSE ICSE ഒക്കെ ഇടുന്ന ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അതിനൊരു വ്യത്യാസം പോലും ചിലപ്പോൾ വരുത്തില്ല, പക്ഷെ പക്കയായിരിക്കും. അതുപോലെ തന്നെ നമുക്കും അതിനേക്കാട്ടിൽ ഗംഭീര ആൾക്കാരുണ്ട് ഇത് ടൈം ടേബിൾ ഒക്കെ ഇടാൻ. അതെല്ലാം കൃത്യമായിട്ട് ഇടുക. ഈ +1 റിസൾട്ട് വന്നാൽ ഇംപ്രൂവ്മെന്റിന്റെ പരീക്ഷ കുറച്ചുകൂടെ മാറ്റി വേണം. കാരണം കുട്ടികൾക്ക് പഠിക്കാൻ, അധ്യാപകർക്ക് പഠിപ്പിക്കാനും സമയം കിട്ടും. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും നല്ല മാർക്ക് കിട്ടട്ടെ. പ്രാർത്ഥനയോട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.